എന്താണ് നല്ലൊരു ഡിസൈൻ? ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഡിസൈൻ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവൻ നിങ്ങളുടെ വർക്കുകളിലും ആ പാഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവൻ സിവിലാണെന്നുണ്ടെങ്കിലും റഷ്യ ആണെന്നുണ്ടെങ്കിലും ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഡിസൈൻ ഫീൽഡിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ അപ്രീഷിയേറ്റഡ്. മസ്റ്റ് ഡിസൈൻ ഇപ്പോൾ ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഡിസൈനേഴ്സ് തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്യുന്നത് അധികം നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഒരു സാധനം അടുക്കി വയ്ക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ആർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ആർട്ട്. ഇറ്റ്സ് ലൈക്ക് ഒന്ന് ഫൈൻ ആർട്ടും അപ്ലൈഡ് ആർട്ടും കുറേ ഉണ്ട്. പക്ഷേ ഞാനത് മെയിനായിട്ട് സംഭവം പറഞ്ഞു. ഫൈൻ ആർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫൈൻ ആർട്ട്. അപ്പോൾ അത് കണ്ട് ഇപ്പോൾ അതൊരു പെയിൻറ്റിങ് കുഡ് ബി, അതൊരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു പല ടൈപ്പ് പെയിൻറ്റിങ്സ് ആയിരിക്കാം. പോർട്രേറ്റ് ആവാം, ലാൻഡ്സ്കേപ്പ് ആവാം, നല്ല മനോഹരമായ സംഭവം ചെയ്യാം. അത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തീം അല്ലെങ്കിൽ ഒരു വിഷ്വലാണ്. അപ്ലൈഡ് ആർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കാലിബറിനെ, ആ ഒരു കഴിവിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അപ്ലൈഡ് ആർട്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈൻ ആർട്ട് എം എഫ് ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തീം ചെയ്യുന്നു. ആ തീമിനെ, ആ തോട്ടിനെ മറ്റുള്ളവർ വാങ്ങിക്കുന്നു, വലിയവരോടത്ത് വാങ്ങിക്കുന്നു, എക്സിബിഷനിൽ കൂടെ വാങ്ങിക്കുന്നു അല്ലേ. അപ്ലൈഡ് ആർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു ക്ലയൻറ്റ് ഉണ്ടാവും. ആ ക്ലയൻറ്റിന് പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വൽ ഉണ്ടാക്കുന്നു. ആ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഡിസൈൻസ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫിലിമുണ്ട്, പല സംഭവങ്ങൾ, റേഡിയോ ഉണ്ട്, ഇതൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ക്ലയൻറ്റിൻ്റെ ബജറ്റ്, ആ ക്ലയൻറ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, ആ ക്ലയൻറ്റിൻ്റെ മാർക്കറ്റ്, ഇതിനെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരുടെ മനസ്സിൽ കുറേ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ആ രൂപങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ബിംബങ്ങൾ, അതിൽ നിന്ന് വരുന്ന കോൺസെപ്റ്റാണ് ആഡായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് മോർ ദാൻ എക്സ്പീരിയൻസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒബ്സർവേഷനാണ്. എല്ലാ ആഡുകളും ശ്രദ്ധിക്കുക. നമ്മൾ വഴിയെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ആഡുകൾ, അല്ലാതെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ പാസ് ചെയ്യുന്ന ഹോർഡിങ്സ് എല്ലാതും ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് എല്ലാ വിഷ്വലായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഓരോരുത്തർ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിഷ്വലൈസ്, അതൊരു വിഷ്വൽ മെമ്മറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതാണ് പിന്നെ ഒരു ഡിസൈനർ അത് യൂട്ടിലൈസ് ചെയ്യണം. ഡിസൈനർ എന്താ ചെയ്യണേ, ഒരു ആഡ് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ എലിമെൻറ്റ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറേ അവ്യക്തമായ കുറേ ബിംബങ്ങളുണ്ടാകും. കൂടുതൽ നമ്മൾ അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇപ്പോൾ ഈ ഒരു പ്രൊഫഷൻ സീരിയസ് ആയി എടുക്കുമ്പോൾ എന്ത് കണ്ടാലും നിങ്ങളെ മനസ്സിലാക്കുന്ന സംഭവം ഉണ്ടാവും. അത് അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെ ലിങ്ക് ചെയ്തിട്ട് വരുമ്പോഴാണ് അത് ആഡായിട്ട് മാറുന്നത്. അതല്ലാതെ അതൊരു എന്താ പറയുക, സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് വരുന്ന സംഭവമല്ല. പക്ഷെ ബട്ട് അഗെയിൻ കാരണം അതൊരു ഇപ്പോൾ കൂടുതൽ സമയം ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ല ആഡ് വരുന്നൊന്നുമില്ല. ചിലപ്പോൾ ചില ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 5-10 മിനിറ്റിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ 2-3 ദിവസം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. സോ ആ ചിന്തയുടെ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഒരു ഡിസൈൻ രൂപാന്തരപ്പെട്ട് വരുന്നത്. സോ ഡിസൈനർ ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. കണ്ടമാനത് എങ്ങനെ പറയാം, അതിപ്പോൾ വലുതാക്കണോ ചെറുതാക്കണോ, എത്ര പോയിന്റ് മതിയോ, ഇന്ന കളർ മതിയോ, അല്ലെങ്കിൽ കുറച്ച് ചേഞ്ച് ചെയ്യണോ, ലോട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ അതൊരു കഴിവാണ്, അതൊരു ഗ്രേസാണ്, ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നിങ്ങളിങ്ങനെ നർച്ചർ ചെയ്ത് പുതിയ ഡിസൈൻസ്, തോട്ട്സ് പിന്നെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻ കാണുമ്പോൾ ഐ വിഷ് ഐ ഹാഡ് ഡൺ ദറ്റ്, അല്ലെങ്കിൽ ഐ വിഷ് ഇറ്റ് വാസ് ഡൺ ബൈ സമൺ ഐ നോ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷ്വലിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് അല്ലേ. ഡിസൈനർ കാണുന്നത് അങ്ങനെയാണ്, ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു, ഇതെനിക്ക് ചെയ്യാമോ, ഞാൻ ചെയ്തിരുന്നെങ്കിൽ. അതെ, അപ്പം അത്തരം ചിന്തകൾ മനസ്സിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലത് ഡിസൈനേഴ്സ്. കാരണം നമുക്കത് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അഡ്വർടൈസിംഗ് കുറിച്ച് ചിന്തിക്കുകയല്ല, പക്ഷേ ഒരു വിഷ്വൽ മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.
പിന്നെ എപ്പോഴും ഒരു ഡിസൈനർ എപ്പോഴും ഒരു ത്വര അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. എന്നുവെച്ചാൽ ക്വസ്റ്റ് ഫോർ മാഗ്നം ഓപ്പസ് എന്ന് പറയും. മാഗ്നം ഓപ്പസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? മാഗ്നം ഓപ്പസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് വരാതിരിക്കുന്നു എന്നൊരു ചിന്തയാണ്. അതിലേക്കുള്ള യാത്രയാണ് ഒരു ഡിസൈനർ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നം ഓപ്പസ് പറഞ്ഞാൽ യെറ്റ് ടു കം. അപ്പോൾ അയാളുടെ ആ ഹാർഡ് വർക്ക്, അല്ലാതെ അയാളുടെ ആ സിൻസിയറിറ്റി, അല്ലെങ്കിൽ അയാളുടെ പേഷ്യൻസ്, ഇതൊക്കെ കൂടെ കൂടിയിട്ട് പെർസീവറൻസ് എന്ന് പറയും. പെർസീവറൻസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ആവും, ചിലപ്പോൾ നന്നാവില്ല, ചിലപ്പോൾ നമ്മൾ അത് എന്താ പറയുക, ഇത് ചെയ്യും, ട്രാഷ് ചെയ്യും. പക്ഷെ എന്നാലും ഐ വിൽ ഗെറ്റ് ഇറ്റ് എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച്, അതാണ് പെർസീവറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാഗ്നം ഓപ്പസിലേക്കുള്ള യാത്രയാണ്. അതിപ്പോൾ ചിലപ്പോൾ 70s ആയിരിക്കും, അല്ലെങ്കിൽ എത്ര പ്രായം കഴിഞ്ഞാലും നല്ല വർക്ക് യെറ്റ് ടു കം, അങ്ങനത്തെ ഫീൽ എപ്പോഴും നല്ലതാണ്.